സാഹസികരായ പ്രേക്ഷകരെ ദ പ്രസന്റ് ടോക്സിന്റെ മറ്റൊരു ആവേശകരമായ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും അപകടകരമായ 8 സുഷിരങ്ങൾ കണ്ടെത്തുമ്പോൾ ഭൂമിയിലെ ഏറ്റവും വഞ്ചനാപരമായ ഭൂപ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് നാം ആഴ്ന്നിറങ്ങുകയാണ്. നിഗൂഢമായ സിങ്കോൾ മുതൽ അപകടകരമായ ഗർത്തങ്ങൾ വരെ അപകടങ്ങളും കണ്ടെത്തലും നിറഞ്ഞ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം ചേരുക. നമ്മുടെ ലോകത്തെ വിസ്മയിപ്പിക്കുന്നതും എന്നാൽ അപകടകരവുമായ അത്ഭുതങ്ങളിൽ ആകൃഷ്ടരാകാൻ തയ്യാറാകൂ. ഇത്തരം വീഡിയോകൾ ആസ്വദിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് തുടങ്ങാം. 1. ഡോർ ടു ഹെൽ. തുർക്ക്മെനിസ്ഥാനിലെ കാരകം മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് നരകത്തിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്ന ഒരു അഗ്നികുണ്ഡമുണ്ട്. ദർവാസ വാതക ഗർത്തം എന്ന് വിളിക്കപ്പെടുന്ന ഈ നിഗൂഢ ഗർത്തം സാഹസികരെയും ശാസ്ത്രജ്ഞരെയും പതിറ്റാണ്ടുകളായി ഒരുപോലെ ആകർഷിച്ചു. 1971 സോവിയറ്റ് ഭൗമശാസ്ത്രജ്ഞർ പ്രകൃതിവാതക ശേഖരം തേടി തുരന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നരകത്തിലേക്കുള്ള വാതിലിനു പിന്നിലെ കഥ ആരംഭിക്കുന്നത്. എന്നിരുന്നാലും അവരുടെ ഡ്രില്ലിംഗ് റിംഗ് അപ്രതീക്ഷിതമായി ഒരു വലിയ ഭൂഗർഭ ഗുഹയിലേക്ക് തകർന്നു വീണു. വിഷവാതകങ്ങൾ വായുവിലേക്ക് പുറപ്പെടുവിച്ചു. മിഥേൻ വാതകം പടരുന്നത് തടയാൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് കത്തിത്തീരുമെന്ന് പ്രതീക്ഷിച്ച് അവർ ഗർത്തം കത്തിച്ചു. അതിലൂടെ ജ്വലിക്കുന്ന ഒരു നരകമാണ് അവർ സൃഷ്ടിച്ചതെന്ന് അറിഞ്ഞിരുന്നില്ല. ഏകദേശം 70 മീറ്റർ വ്യാസവും ഏകദേശം 20 മീറ്റർ ആഴവുമുള്ള നരകത്തിലേക്കുള്ള വാതിൽ സ്ഥിരമായ ഒരു തിളക്കം പുറപ്പെടുവിക്കുന്നു. തരിശായ മരുഭൂമിയുടെ ഭൂപ്രകൃതിയിൽ ഒരു വിചിത്രമായ വെളിച്ചം വീശുന്നു. ഈ ആഴം പുറപ്പെടുവിക്കുന്നത് 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനില. ഇത് അതിന്റെ സമീപത്തുള്ള ഒന്നിനെ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. വാസയോഗ്യമല്ലാത്ത അന്തരീക്ഷം ഉണ്ടായിരുന്നിട്ടും നരകത്തിലേക്കുള്ള വാതിൽ നിർഭയരായ സഞ്ചാരികൾക്കും ഗവേഷകർക്കും ഒരു ജനപ്രിയ സ്ഥലമായി മാറിയിരിക്കുന്നു. അസ്ഥിരമായ ഭൂമിയും വിഷവാതകങ്ങളും വളരെ അടുത്തു പോകാൻ ധൈര്യപ്പെടുന്നവർക്ക് കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. മുന്നറിയിപ്പുകളും സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടായിരുന്നിട്ടും ചില ആവേശം തേടുന്നവർ ഇപ്പോഴും പ്രകൃതിയുടെ അസംസ്കൃത ശക്തിയെ നേരിട്ട് കാണാനുള്ള ആഗ്രഹത്താൽ അതിന്റെ അരികിൽ ക്യാമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. നരകത്തിലേക്കുള്ള വാതിലിന്റെ വിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുമ്പോൾ അതിന്റെ തീജ്വാലകൾ കെടുത്തണോ അതോ പ്രകൃതിദത്തമായ ഒരു അത്ഭുതമായി സംരക്ഷിക്കണോ? ഒരു കാര്യം തീർച്ചയാണ്, ഈ അഗ്നികുണ്ഡം ഭൂമിയുടെ പ്രവചനാതീതവും വിസ്മയിപ്പിക്കുന്നതുമായ ശക്തികളുടെ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. നമ്മുടെ ഗ്രഹത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും നിഗൂഢതകളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്ന ജ്ഞാതരുടെ മുഖത്ത് മനുഷ്യന്റെ ജിജ്ഞാസയുടെയും പ്രതിരോധത്തിന്റെയും തെളിവായി ഇത് നിലകൊള്ളുന്നു. 2. ബ്ലൂ ഹോൾ, റെഡ് സീ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഡൈവിംഗ് സൈറ്റുകളിൽ ഒന്നാണ് ചെങ്കടലിലെ ബ്ലൂ ഹോൾ. അതിമനോഹരമായ സൗന്ദര്യത്തിനും വഞ്ചനാപരമായ ആഴത്തിനും പേരുകേട്ടതാണിത്. ഈജിപ്തിലെ സീനായ് പെനിൻസുലയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രകൃതിദത്ത അത്ഭുതം 130 മീറ്ററിലധികം, അതായത് 426 അടി താഴ്ചയിലേക്ക് കുതിക്കുന്ന ഒരു വലിയ വെള്ളത്തിനടിയിലുള്ള സിങ്കോളാണ്. അതിന്റെ സ്ഫടിക വ്യക്തമായ വെള്ളവും ചടുലമായ സമുദ്ര ജീവികളും ലോകമെമ്പാടുമുള്ള മുങ്ങൽ വിദഗ്ധർക്ക് ഇതൊരു ആകർഷണം നൽകുന്നു. എന്നിരുന്നാലും അതിന്റെ ആകർഷണം ഉണ്ടായിരുന്നിട്ടും ബ്ലൂ ഹോൾ ഈ ഗ്രഹത്തിലെ ഏറ്റവും അപകടകരമായ ഡൈവിംഗ് സ്ഥലങ്ങളിൽ ഒന്നായി പ്രശസ്തി നേടിയിട്ടുണ്ട്. അതിന്റെ വഞ്ചനാപരമായ സൗന്ദര്യം ഉപരിതലത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകളെ നിരാകരിക്കുന്നു. മുങ്ങൽ വിദഗ്ധർ വളരെ ആഴത്തിൽ ഇറങ്ങുന്നതാണ് പ്രധാന അപകടം. അനുഭവപരിചയമില്ലാത്ത പല മുങ്ങൽ വിദഗ്ധരും അതിന്റെ വശീകരണത്താൽ വശീകരിക്കപ്പെട്ട് അതിന്റെ മാരകമായ ആഴങ്ങളിലേക്ക് കീഴടങ്ങിയിട്ടുണ്ട്. ദ്വാരത്തിന്റെ മറ്റൊരു വിളിപ്പേര് ഡൈവേഴ്സ് സെമിത്തേരി എന്നാണ്. ഈ വിളിപ്പേര് അതിന്റെ അഗാധതയിൽ നഷ്ടപ്പെട്ട അനേകം ജീവിതങ്ങളെ ദുഃഖകരമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ബ്ലൂ ഹോളിന്റെ ആഴവും ശക്തമായ പ്രവാഹവും ഉയർത്തുന്ന വെല്ലുവിളികളെ മുങ്ങൽ വിദഗ്ധർ കുറച്ചു കാണുന്നതിനാൽ ഓരോ വർഷവും ദാരുണമായ അപകടങ്ങൾ സംഭവിക്കുന്നു. കൃത്യമായ സുരക്ഷാ നടപടികളുടെ അഭാവവും അതിന്റെ നിഗൂഢമായ ആഴങ്ങൾ പര്യവേഷണം ചെയ്യാനുള്ള വശീകരണവും വർഷങ്ങളായി നിരവധി മരണങ്ങൾക്ക് കാരണമായി. ശരിയായ പരിശീലനം, സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കൽ, അപകട സാധ്യതകളെക്കുറിച്ചുള്ള ധാരണ എന്നിവ സുരക്ഷിതവും അവിസ്മരണീയവുമായ ഡൈവിംഗ് അനുഭവത്തിന് പരമപ്രധാനമാണ്. ചെങ്കടലിലെ ബ്ലൂ ഹോൾ മുങ്ങൽ വിദഗ്ധരെ ആകർഷിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനമായി തുടരുമ്പോൾ ജാഗ്രതയോടെയും അതിന്റെ മഹത്തായ പ്രശസ്തിയെ ആദരവോടെയും സമീപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിമനോഹരമായ സൗന്ദര്യവും അപകടകരമായ ആഴവും പ്രകൃതിയുടെ ശക്തിയുടെയും സാഹസികതയിൽ സുരക്ഷയുടെ പ്രാധാന്യത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. 3. ദ ഡെവിൾസ് സിങ്കോൾ. ഭൂമിയിലെ അപകടകരമായ അഗാധം ചെകുത്താന്റെ സിങ്കോളിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് വെറുമൊരു പേരല്ല, അത് ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ പതിയിരിക്കുന്ന ഒരു തണുത്ത യാഥാർത്ഥ്യമാണ്. ലൊക്കേഷന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അശുഭകരമായ അഗാധം നിഗൂഢതയും അപകടത്തെയും സൂചിപ്പിക്കുന്നു.
ഐതിഹ്യം പറയുന്നത് പിശാച് തന്നെയാണ് ഈ മുൻകരുതൽ കുഴി വെട്ടിയെടുത്തത്. അതിനാലാണ് അതിന് ഈ ദുഷിച്ച പേര് ലഭിച്ചതെന്നും. ഭൂമിയിലേക്ക് 100 കണക്കിന് അടി നീണ്ടുകിടക്കുന്ന ഈ ഭീമാകരമായ ശൂന്യത പ്രകൃതിയുടെ അചഞ്ചലമായ ശക്തിയുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. എന്നാൽ ഡെവിൾ സിംഗോളിനെ ശരിക്കും ഭയപ്പെടുത്തുന്നത് അതിന്റെ ആഴം മാത്രമല്ല, കടന്നുപോകുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ പാദങ്ങൾക്ക് താഴെയുള്ള നിലം മാറുകയും കുലുങ്ങുകയും ചെയ്യുന്നു. ഇത് ആത്മാക്കളുടെ ഇടപെടൽ എന്നാണ് വിശ്വാസം. അപകടകരമായ പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും സാഹസികരും ആവേശം തേടുന്നവരും ഈ അഗാധത്തിന്റെ അരികിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് ഉറ്റുനോക്കാൻ ജീവനും അവയവങ്ങളും അപകടത്തിലാക്കുന്നു. എന്നാൽ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞിറങ്ങുന്ന ഓരോ ധീരനായ ആത്മാവിനും ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും എണ്ണമറ്റ കഥകളുണ്ട്. കാരണം പിശാചിന്റെ സിംഗോൾ ദയയില്ലാതെ ഇരകളെ അവകാശപ്പെടുന്നു. ശാസ്ത്രജ്ഞരും ഭൗമശാസ്ത്രജ്ഞരും ഈ നിഗൂഢ പ്രതിഭാസത്തെ പണ്ടേ പഠിച്ചു. അതിന്റെ നിഗൂഢതകൾക്കുള്ള ഉത്തരങ്ങൾക്കായി തിരയുന്നു. എന്നിട്ടും അതിന്റെ ശക്തിയുടെ വ്യാപ്തിയും അതിന്റെ ഉത്ഭവത്തിന്റെ സങ്കീർണതയും കൊണ്ട് അവർ പോലും വിനയാനിതരാണ്. ഈ വഞ്ചനാപരമായ ശൂന്യതയുടെ പ്രവാഹത്തിൽ നാം നിൽക്കുമ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മറക്കരുത്. നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന ജീവിതത്തിന്റെ ദുർബലതയെയും വിസ്മയിപ്പിക്കുന്ന ശക്തികളെയും കുറിച്ചുള്ള തീർത്തും ഓർമ്മപ്പെടുത്തലാണ് ഡെവിൾ സിംഗോൾ. 4. ബോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. ഭൂമിയുടെ ആഴങ്ങളിലേക്കുള്ള ഒരു ജാലകം. റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മനുഷ്യനിർമ്മിത ദ്വാരത്തിന്റെ തലക്കെട്ടാണ്. നമ്മുടെ ഗ്രഹത്തിന്റെ ഉപരിതലത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് തുറന്നത്. എന്നിരുന്നാലും ഒരു ശാസ്ത്രീയ ഉദ്യമമായി തുടങ്ങിയത് പെട്ടെന്ന് തന്നെ ഭൂമിയുടെ ആഴം പരിശോധിക്കുന്നതിലെ വെല്ലുവിളികളുടെയും അപകടങ്ങളുടെയും തെളിവായി മാറി. ഭൂമിയുടെ പുറന്തോടിലേക്ക് 7.5 മൈലിലധികം നീണ്ടുകിടക്കുന്ന കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിന് 350 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ താപനില അനുഭവപ്പെട്ടു. ഇത് ആദ്യം പ്രതീക്ഷിച്ചതിലും വളരെ ഉയർന്നതാണ്. കഠിനമായ ചൂട് ഡ്രില്ലിംഗ് ഉപകരണങ്ങൾക്കും ഗവേഷകർക്കും കാര്യമായ വെല്ലുവിളി ഉയർത്തി. എന്നാൽ കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിനെ അപകടകരമായ ഒരു ഉദ്യമമാക്കിയത് ചൂട് മാത്രമല്ല. ഡ്രിൽ ബിറ്റ് ആഴത്തിൽ പരിശോധിച്ചപ്പോൾ കൂടുതൽ അപ്രതീക്ഷിത കണ്ടെത്തലുകൾ ഉയർന്നു. അസ്ഥിരമായ ശിലാരൂപങ്ങൾ, സമ്മർദ്ദത്തിലെ അപ്രതീക്ഷിതമായ വ്യതിയാനങ്ങൾ, അജ്ഞാത പദാർത്ഥങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ എന്നിവ പോലും ഗവേഷകരെ മുൾമുനയിൽ നിർത്തി. അസാധ്യമെന്ന് കരുതിയ ആഴങ്ങളിൽ ജലത്തിന്റെ സാന്നിധ്യമാണ് ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കിയ കണ്ടെത്തലുകളിൽ ഒന്ന്. സഹസ്രാബ്ദങ്ങളായി ഭൂമിയുടെ പുറന്തോടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ജലത്തിൽ ഉയർന്ന അളവിലുള്ള ധാതുക്കളും വാതകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഏതൊരു ജലത്തിലും നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഭൂമിയുടെ ഉപരിതല പരിസ്ഥിതിയെക്കുറിച്ചുള്ള ദീർഘകാല സിദ്ധാന്തങ്ങൾ പുനഃപരിശോധിക്കാൻ ഇത് ശാസ്ത്രജ്ഞരെ നിർബന്ധിച്ചു. പ്രോജക്റ്റ് പുരോഗമിക്കുമ്പോൾ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ ഒരു ശാസ്ത്രീയ സംരംഭം മാത്രമല്ല, ഓരോ തിരിവിലും അപകടങ്ങൾ നിറഞ്ഞ അജ്ഞാതമായ ഒരു യാത്രയായിരുന്നുവെന്ന് വ്യക്തമായി. വെല്ലുവിളികളും തിരിച്ചടികളും ഉണ്ടായിരുന്നിട്ടും ബോർഹോളിൽ നടത്തിയ ഗവേഷണം ഭൂമിയുടെ ഘടന, ഭൂമിശാസ്ത്രം, ഉപരിതലത്തിനടിയിൽ ആഴത്തിലുള്ള ജീവന്റെ സാധ്യതകൾ എന്നിവയിൽ വിലമതിക്കാനാവാത്ത ഉൾക്കാഴ്ചകൾ നൽകി. ഇന്ന് കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ മനുഷ്യന്റെ ജിജ്ഞാസയുടെയും അറിവിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഇത് അപകടകരമെന്ന് കണക്കാക്കാമെങ്കിലും നമ്മുടെ ഗ്രഹത്തിന്റെ ആഴം പരിവേഷണം ചെയ്യാൻ ധൈര്യമുള്ളവരെ കാത്തിരിക്കുന്ന അതിരുകളില്ലാത്ത സാധ്യതകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. 5. ഗുണ കേവ്, നിഗൂഢമായ വിടവ്. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ ശാന്തമായ ഭൂപ്രകൃതികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന നിഗൂഢതയിലും ഗൂഢാലോചനയിലും പൊതിഞ്ഞ ഒരു ഭൗമശാസ്ത്ര വിസ്മയം. ഗുണ കേവ്, ഗ്രഹത്തിലെ അപകടകരമായ ദ്വാരം എന്നറിയപ്പെടുന്ന ഈ പ്രകൃതിദത്ത രൂപീകരണം സാഹസികരുടെയും ജിജ്ഞാസയുള്ളവരുടെയും ഭാവനയെ ഒരുപോലെ പിടിച്ചെടുത്തു. നാടോടി കഥകളിലും ഇതിഹാസങ്ങളിലും മുങ്ങി നിൽക്കുന്ന അതിന്റെ ഉത്ഭവം കൊണ്ട് ഗുണാക്കേവിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമ്പന്നമായ ചരിത്രമുണ്ട്. പ്രാദേശിക ഐതിഹാസികമനുസരിച്ച് യുഗങ്ങൾക്കു മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനം മൂലമാണ് ഗുഹ രൂപപ്പെട്ടത്. ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന പാതകളുടെയും അറകളുടെയും ഒരു ലബരീന്ത്യൻ ശൃംഖല അവശേഷിപ്പിച്ചു. ഗുണാക്കേവ് വേറിട്ട് നിർത്തുന്നത് അതിന്റെ വിചിത്രമായ അന്തരീക്ഷവും വഞ്ചനാപരമായ ഭൂപ്രദേശവുമാണ്. സന്ദർശകർ അതിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കുമ്പോൾ ഇടുങ്ങിയ ഇടനാഴികൾ, അനിശ്ചിതത്വമുള്ള ലെഡ്ജുകൾ, ഗുരുത്വാകർഷണത്തെ ധിക്കരിക്കുന്നതായി തോന്നുന്ന ഉയർന്ന സ്ലാക്റൈറ്റുകൾ എന്നിവ അവരെ അഭിമുഖീകരിക്കുന്നു. ഗുഹയുടെ ഭയാനകമായ അന്തരീക്ഷം ആവേശം തേടുന്നവർക്ക് വെല്ലുവിളി നിറഞ്ഞതും അപകടകരവുമായ സ്ഥലമായി നിലകൊള്ളുന്നു. ഇവിടേക്കുള്ള പ്രവേശനം നിയന്ത്രണത്തിലാണ്. കാരണം 14 പേർ ഗുഹയിൽ വീണിട്ടുണ്ട്. ഒരാളൊഴിച്ച് മറ്റാരെയും തന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതാണ് ഭയപ്പെടുത്തുന്നത്. ഈ രക്ഷപ്പെട്ട ആളുടെയും സുഹൃത്തുക്കളുടെയും കഥ സിനിമയാക്കിയിട്ടുണ്ട്. അന്തർലീനമായ അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഗുണാക്കേവ് വിദൂര ദിക്കുകളിൽ നിന്നുള്ള സാഹസികരെ ആകർഷിക്കുന്നത് തുടരുന്നു. അതിന്റെ മറ്റൊരു ലോക സൗന്ദര്യത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട അത്ഭുതവും വിസ്മയവും കൊണ്ട് ആകർഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഗുണാക്കേവ് ആകർഷണം ഒരു ജാഗ്രതയോടെയാണ് വരുന്നത്. അതിന്റെ സ്വാഭാവികമായ പ്രൗഢി അനിഷേധ്യമായി ആകർഷകമാണെങ്കിലും അതിന്റെ വഞ്ചനാപരമായ ഭൂപ്രദേശത്ത്
സഞ്ചരിക്കുന്നതിന് ശ്രദ്ധാപൂർവമായ ആസൂത്രണവും തയ്യാറെടുപ്പും ആവശ്യമാണ്. സന്ദർശകർ ജാഗ്രതയോടെ മുന്നോട്ടു പോകാനും പരിചയസമ്പന്നരായ ഗൈഡുകളുടെ മാർഗനിർദ്ദേശം ശ്രദ്ധിക്കാനും എല്ലാറ്റിനുമുപരിയായി സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും നിർദ്ദേശിക്കുന്നു. എന്നിരുന്നാലും യാത്ര ആരംഭിക്കാൻ ധൈര്യമുള്ളവർക്ക് ഗുണാഗുഹ അവിസ്മരണീയമായ അനുഭവം നൽകുന്നു. ഭൂമിയുടെ അപരിചിതമായ സൗന്ദര്യത്തിന്റെയും പരിവേഷണത്തിന്റെയും ശാശ്വതമായ ആകർഷണീയതയുടെയും ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു. സാഹസികരെ അതിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാനും അജ്ഞാതമായതിന്റെ ആവേശം സ്വീകരിക്കാനും പ്രേരിപ്പിക്കുന്നു. ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ പരുക്കൻ ഭൂപ്രകൃതിക്ക് കുറുകെ നീണ്ട നിഴലുകൾ വീഴ്ത്തുമ്പോൾ ഗുണാക്കേവ് പ്രകൃതിയുടെ ശാശ്വത ശക്തിയുടെയും മഹത്തായ അജ്ഞാതന്റെ കാലാതീതമായ ആകർഷണീയതയുടെയും തെളിവായി നിലകൊള്ളുന്നു. അതിന്റെ ആഴങ്ങളിൽ പുരാതന നിഗൂഢതകളുടെ പ്രതിധ്വനികൾ അനാവരണം ചെയ്യപ്പെടാൻ കാത്തിരിക്കുന്നു. സാഹസികതയുടെയും കണ്ടെത്തലിന്റെയും ഹൃദയത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്നു. 6. കിംബെർലി മൈൻ, ഗ്രഹത്തിലെ അപകടകരമായ ദ്വാരം. ദക്ഷിണാഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് ഉപരിതലത്തിൽ ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയുന്നത്ര വിശാലമായ ഒരു ദ്വാരം. അതാണ് കിംബെർലി മൈൻ. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനി. ഇപ്പോൾ മനുഷ്യരാശിയുടെ സമ്പത്തിനായുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ അപകടകരമായ ഓർമ്മപ്പെടുത്തലാണ് ഇത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഭാഗ്യം തേടുന്ന അനേകർക്ക് കിംബെർലി മൈൻ ഒരു പ്രതീക്ഷയുടെ വെളിച്ചമായിരുന്നു. ഖനിത്തൊഴിലാളികൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കഠിനമായ അവസ്ഥകൾ സഹിച്ചും ഭൂമിയുടെ അടിയിൽ മറഞ്ഞിരിക്കുന്ന വിലയേറിയ രത്നങ്ങൾ തേടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുകയും വജ്രങ്ങൾ കുറയുകയും ചെയ്തപ്പോൾ കിംബെർലി മൈൻ ഉപേക്ഷിക്കപ്പെട്ടു. ഭൂപ്രകൃതിയുടെ ഒരു വിടവ്. എന്നിരുന്നാലും അതിന്റെ പാരമ്പര്യം അതിന്റെ സാമ്പത്തിക അഗാധത്തിന് അപ്പുറത്തേക്ക് വ്യാപിച്ചു. കിംബെർലി മൈനിന് സമീപം താമസിക്കുന്നത് സംഭവിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ വക്കിൽ ജീവിക്കുന്നത് പോലെയാണ്. നിലം അസ്ഥിരമാണ്. മുന്നറിയിപ്പില്ലാതെ കുഴികൾ പ്രത്യക്ഷപ്പെടുന്നു. പരിസ്ഥിതി വിദഗ്ധൻ പറയുന്നത് കിംബെർലി ഖനിയുടെ പാരിസ്ഥിതിക അഗാധം കഠിനമാണ്. ആസിഡ് മൈൻ ഡ്രെയിനേജ് അടുത്തുള്ള ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നു. ഇത് വന്യജീവികൾക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. അപകടങ്ങൾക്കിടയിലും കിംബെർലി മൈൻ സാഹസികരായ പരിവേഷകർക്കും കൗതുകമുള്ള വിനോദസഞ്ചാരികൾക്കും ഒരു ആകർഷണമായി തുടരുന്നു. എന്നാൽ അതിന്റെ ഉപരിതലത്തിന് താഴെ അനിയന്ത്രിതമായ ചൂഷണത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ ഉണ്ട്. 7. ഗ്ലോറി ഹോൾ. ഭൂമിയുടെ സ്വാഭാവിക അത്ഭുതങ്ങളുടെ സങ്കീർണമായ ടേപ്സ്ട്രിയിൽ ആകർഷകവും അപകടകരവുമായ ഒരു പ്രതിഭാസമുണ്ട്. ഗ്ലോറി ഹോൾ. നിലത്ത് നിരൂപദ്രവകരമെന്ന് തോന്നുന്ന ഒരു ദ്വാരം സങ്കല്പിക്കുക. അതിന്റെ ആഴം ഇരുണ്ട വെള്ളത്തിനടിയിൽ മറഞ്ഞിരിക്കുന്നു. ഉപരിതലത്തിന് താഴെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അറിയാതെ അതിന്റെ നിഗൂഢതയുടെ ആകർഷണം ജിജ്ഞാസുക്കളായ സാഹസികരെയും നിർഭയരായ പരിവേഷകരെയും ആകർഷിക്കുന്നു. ഗ്ലോറി ഹോൾ നിസ്സാരമാക്കേണ്ടതില്ല. അതിന്റെ പ്രശാന്തമായ മുഖത്തിന് താഴെ ഒരു വഞ്ചനാപരമായ അഗാധം കിടക്കുന്നു. ഈ ദ്വാരങ്ങളുടെ ആഴം ഇരുട്ടിൽ മൂടപ്പെട്ടിരിക്കുന്നു. പാറകളും ഏറ്റവും പ്രഗത്ഭരായ നീന്തൽക്കാരെ പോലും വിഴുങ്ങാൻ കഴിവുള്ള ശക്തമായ പ്രവാഹങ്ങളും അതിൽ മറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഗ്ലോറി ഹോളിന്റെ പ്രവചനാതീതമായ സ്വഭാവം അതിന്റെ അപകടത്തെ വർദ്ധിപ്പിക്കുന്നു. ജലനിരപ്പിലെ പെട്ടെന്നുള്ള വ്യതിയാനങ്ങളും അപ്രതീക്ഷിതമായ പ്രവാഹങ്ങളും ഏറ്റവും ജാഗ്രതയുള്ള കാവൽക്കാരെ പോലും പിടികൂടും. നിഷ്കരണം ശക്തിയോടെ അതിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചിടും. രക്ഷാപ്രവർത്തനങ്ങൾ പലപ്പോഴും വ്യർത്ഥമാണ്. കാരണം ഇടപെടാനുള്ള എല്ലാ ശ്രമങ്ങളെയും ധിക്കരിക്കുന്ന ജലം. ഗ്ലോറി ഹോൾസിന്റെ പാരിസ്ഥിതിക അഗാധവും അഗാധമാണ്. ഈ വിടവുകളുള്ള ശൂന്യത സൂക്ഷ്മമായ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ജലപ്രവാഹം മാറ്റുകയും പ്രാദേശിക സസ്യജന്തുജാലങ്ങളെ അപകടപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ മലിനീകരണവും അവശിഷ്ടങ്ങളും പലപ്പോഴും ഈ അഗാധങ്ങളിൽ അടിഞ്ഞുകൂടുന്നു. ഇത് പരിസ്ഥിതിയിൽ അവയുടെ വിനാശകരമായ അഗാധം കൂടുതൽ വഷളാക്കുന്നു. അന്തർലീനമായ അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഗ്ലോറി ഹോളിന്റെ ആകർഷണം ധൈര്യശാലികളായ ആത്മാക്കളെ സാഹസികതയുടെയും കണ്ടെത്തലിന്റെയും വാഗ്ദാനങ്ങളിലൂടെ അതിന്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കുന്നത് തുടരുന്നു. എന്നിരുന്നാലും ഈ പ്രകൃതിദത്ത അത്ഭുതങ്ങളെ ജാഗ്രതയോടെയും ആദരവോടെയും സമീപിക്കേണ്ടത് നിർണായകമാണ്. കാരണം അവയുടെ സൗന്ദര്യത്തിന് താഴെ ഒരു അപകടകരമായ അഗാധമാണ്. അത് വിധിയെ പ്രലോഭിപ്പിക്കാൻ ധൈര്യപ്പെടുന്നവരോട് കരുണ കാണിക്കില്ല. 8. ചന്ദ് ബയോരി. ഇന്ത്യയിലെ രാജസ്ഥാന്റെ ഹൃദയഭാഗത്ത് പുരാതന എഞ്ചിനീയറിംഗിന്റെ ഒരു അത്ഭുതവും മനുഷ്യന്റെ ചാതുര്യത്തിന്റെ സാക്ഷ്യവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ പടിക്കിണർ ചന്ദ് ബയോരി. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കൊത്തിയെടുത്ത ചന്ദ് ബയോരി വെറുമൊരു കിണർ മാത്രമല്ല. 13 നിലകൾ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്ന 3500-ലധികം പടികൾ അതിന്റെ നിഗൂഢമായ ആഴങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അതിശയകരമായ വാസ്തുവിദ്യ വിസ്മയമാണ്. ജലക്ഷാമത്തിനുള്ള പ്രായോഗിക പരിഹാരമായും മഹത്തായ വാസ്തുവിദ്യ പ്രസ്താവനയായും 9-ാം നൂറ്റാണ്ടിൽ നികുംബ രാജവംശത്തിലെ ചന്ദ്ര രാജാവാണ് ഈ വിസ്മയിപ്പിക്കുന്ന പടിക്കൽ കിണർ നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. ചുട്ടുപൊള്ളുന്ന വേനലിൽ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഒരു കൂടിച്ചേരൽ സ്ഥലമായി പോലും ചുറ്റുമുള്ള സമൂഹത്തിന്റെ ജീവനാഡിയായി പടിക്കിണർ വർത്തിച്ചു.
എന്നിരുന്നാലും അതിന്റെ പ്രായോഗിക ഉപയോഗത്തിനപ്പുറം ചന്ദ് ബയോരി നിഗൂഢതയുടെയും ഗൂഢാലോചനയുടെയും ഒരു അന്തരീക്ഷം പ്രകടിപ്പിക്കുന്നു. അതിന്റെ സങ്കീർണമായ സമമിതി പാറ്റേണുകൾ, കൊത്തിയെടുത്ത ശിലാശില്പങ്ങൾ, അലങ്കരിച്ച വാസ്തുവിദ്യ എന്നിവ അത്ഭുതവും വിസ്മയവും ഉണർത്തുന്നു. സ്റ്റെപ്പ് കിണറിന് നിഗൂഢ ശക്തിയുണ്ടെന്നും ധ്യാനത്തിനും ആത്മീയ പരിശീലനത്തിനുമുള്ള ഒരു വിശുദ്ധ സ്ഥലമാണിതെന്നും പലരും വിശ്വസിക്കുന്നു. എന്നാൽ ചന്ദ് ബൗറിയുടെ ആകർഷണം അപകടത്തിന്റെ സൂചനയുമായി വരുന്നു. അതിന്റെ ലാബിരിന്ത്യൻ ഇടനാഴികളും തലകറങ്ങുന്ന ആഴവും ഉള്ളതിനാൽ സ്റ്റെപ്പ് വെൽ നാവിഗേറ്റ് ചെയ്യുന്നത് അറിയാത്തവർക്ക് അപകടകരമായേക്കാം. സംശയാസ്പദമായ സന്ദർശകർ അതിന്റെ ഭ്രമണപഥം പോലുള്ള ഭാഗങ്ങളിൽ വഴിതെറ്റിപ്പോയതിന്റെയോ വഞ്ചനാപരമായ വാസ്തുവിദ്യയ്ക്ക് ഇരയാകുന്നതിന്റെയോ കഥകൾ ധാരാളമുണ്ട്. അപകട സാധ്യതകൾക്കിടയിലും ലോകമെമ്പാടുമുള്ള സാഹസികരെയും ചരിത്രകാരന്മാരെയും വാസ്തുവിദ്യ പ്രേമികളെയും ചന്ദ് ബയോരി ആകർഷിക്കുന്നു. ഇന്ത്യയുടെ പുരാതന ഭൂതകാലത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി ഇതിനെ മാറ്റുന്നു. അതിന് കാരണം അതിന്റെ വ്യാപ്തിയും വേട്ടയാടുന്ന സൗന്ദര്യവുമാണ്. സൂര്യൻ ഭൂമിയുടെ ചക്രവാളത്തിന് മുകളിലൂടെ അസ്തമിക്കുമ്പോൾ, പുരാതന കല്ലുകൾക്ക് മുകളിൽ നീണ്ട നിഴലുകൾ വീഴ്ത്തുമ്പോൾ ചന്ദ് ബയോരി ഒരു നിശബ്ദ കാവൽക്കാരനായി നിലകൊള്ളുന്നു. അതിന്റെ നിഗൂഢതകൾ കാക്കുകയും അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ ധൈര്യപ്പെടുന്ന എല്ലാവരെയും ആകർഷിക്കുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന്റെ സ്വർഗാത്മകതയുടെ ശാശ്വതമായ പാരമ്പര്യത്തിന്റെയും പ്രായോഗികവും നിഗൂഢവുമായവയ്ക്കിടയിലുള്ള ശാശ്വത നൃത്തത്തിന്റെ തെളിവാണ്. ഈ 8 അപകടകരമായ ദ്വാരങ്ങളുടെ അസ്തിത്വം ഭൂമിയുടെ സ്വാഭാവിക പ്രക്രിയകളുടെ അപാരമായ ശക്തിയുടെയും സങ്കീർണതയുടെയും ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. സിംഗോൾ മുതൽ കനികൾ വരെ ഈ പ്രതിഭാസങ്ങൾ നമ്മുടെ പാദങ്ങൾക്ക് താഴെ പതിയിരിക്കുന്ന അപകട സാധ്യതകളെ ഉയർത്തിക്കാട്ടുന്നു. ശ്രദ്ധാപൂർവമായ നിരീക്ഷണത്തിലൂടെയും ഉത്തരവാദിത്ത മാനേജ്മെന്റിലൂടെയും ഈ അപകട സാധ്യതകൾ മനസ്സിലാക്കുന്നതും ലഘൂകരിക്കുന്നതും ജീവൻ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഗ്രഹത്തെ പരിവേഷണം ചെയ്യുകയും അതിൽ വസിക്കുകയും ചെയ്യുന്നത് തുടരുമ്പോൾ അതിന്റെ അന്തർലീനമായ അപകടങ്ങളെ മാനിക്കുകയും മനുഷ്യജീവിതത്തിലും ആവാസ വ്യവസ്ഥയിലും അവയുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് സുസ്ഥിരമായ പരിഹാരങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. ആ ഓർമ്മപ്പെടുത്തലോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.